എന്താ കൊറേ നേരം ആയാലോ താൻ മര്യാദക്ക് ഇരിക്കട്ടോ. എന്തോ കൊറേ നേരം ഇവന്മാര് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ഇല്ല, അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കാ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നാറി. സിനിമ കാണാൻ വന്നാണെ കണ്ടേ ചുണിച്ചു പോടാ. പിന്നെ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാ ഏട്ടാ ഇതിന്റെ അകത്ത് കയറിയത്. ഓ, നീ പറഞ്ഞ പോലെ ഒരെണ്ണം ഞാനും മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ തുളയെന്ന് കയറി തരുന്നതേ സിനിമ കാണാനുള്ള ടിക്കറ്റാ, അല്ല അതിനകത്തിരിക്കുന്ന പെമ്പിളേരെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. താൻ തന്നെ കാര്യം നോക്കണോ? അതേടാ, ഇത് എന്റെ കാര്യം കൂടിയാ. ഇരിക്കണോ അവിടെ? പോരെ, മനുഷ്യനെ മര്യാദയ്ക്ക് സിനിമ കാണാൻ സമ്മതിക്കലെന്ന് വെച്ചാൽ. ഒരു മുഴുത്ത പടം, എന്നാലും പയൽ വെച്ച് നല്ല പണിയാ കാണിച്ചത്. ഒറ്റ ടിക്കറ്റിന് ധർമ്മേന്ദ്രയുടെ പടം ഷക്കീലയുടെ പടം ഒരുമിച്ച് കാണായിരുന്നു. അത് നശിപ്പിച്ചില്ലേ? അയ്യോടിയേ, നമ്മുടെ വണ്ടി എന്തേ? മോട്ടോർ സൈക്കിൾ എന്ത് ചെയ്യാൻ നോക്കുവാടാ? പടം കഴിച്ചിട്ട് തരാം. ഞങ്ങളെ കുറച്ച് പേരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടിരിക്കുക. ബോംബെ അധോലോകത്തെ കിടകിട പറപ്പിച്ച ഫാന്റം ബേലിയുടെ തന്നെ വേണം ഇല്ലടാ നിനക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ. ഞാൻ വിടുകല. അപ്പോഴേ സാറേ, ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സാർ ആരാന്ന് സാറിന് അറിയാവോ സാറേ? വന്ന് കാണിച്ചാടാ. അങ്ങനെ ഒരു സാർ ആരാണെന്ന് എനിക്കും കൂടി അറിയണമല്ല. ചവിട്ടി അവന്റെ അടിനാവ് ഞാൻ കലക്കും. പൈലി വെച്ചപ്പോ ഞാനില്ലേ കൂടാ. എവിടെയാണ് അവൻ? പ്രാഞ്ചി. ആര്? ഇറച്ചി പ്രാഞ്ചി പരോളിൽ ഇറങ്ങിയതാ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ആശാൻ എപ്പോന്ന്? ആശാനെ ഞാൻ പോയ ഗ്യാപ്പില് നിനക്ക് പുതിയൊരു ആശാനെ കിട്ടിയെന്ന് കേട്ടല്ലോടാ. ആശാന ഇവനാ? എനിക്കൊരൊറ്റ ആശാനേ ഉള്ളൂ, അത് ദയിരിക്കുന്ന പ്രാഞ്ചി ആശാന. അബദ്ധം പറ്റിപ്പോയി. ആശാന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞില്ല. ഇവൻ ഈ നാട്ടുകാരനല്ല, വരുത്തനാ. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം. എന്നെ നാട്ടിക്കരുത്. ഇപ്പൊ ആശാനൊന്ന് കണ്ണടച്ചാ ദേവസിക്ക് അതൊരു വെയിറ്റ് ആയിരിക്കും. പ്ലീസ് ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. എടാ വർത്ത, ദേവസ് പറഞ്ഞോണ്ട് തൽക്കാലം നീ ഇത് കൊണ്ടുപോക്കോ. പക്ഷേ എന്റെ പിള്ളേരെ നീ ഒന്ന് ഇക്കിളിയാക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. അവരുടെ മുമ്പില് 101 സ്റ്റൈല് മേത്ത വിട്ടിട്ട് മോട്ടോർ സൈക്കിൾ എടുത്തോ. ചോദിക്കുമ്പോ ഇനിയും തരണം. തേച്ചു വേണോ? കുറച്ചിരുന്നേ കൊള്ളാമായിരുന്നു. കൈ ഒടിഞ്ഞിരിക്കുവാന്നേ, അതുകൊണ്ടാ. എണ്ണം കുറയ്ക്കണം അല്ലേ? പറ.
പ്രാന്തി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ ഫാൻറ്റത്തിനോട് കളിക്കരുതെന്ന്. ഹലോ, ഇനി ആരെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ ബാലൻസ് ഉണ്ടാ? വണ്ടി കൊണ്ടുപോകണം, അതാണ്. ഈശോ വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോ ഈശോ വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. പടം എങ്ങനെയുണ്ട്? സ്തുതിയായിരിക്കട്ടെ. ഓ, സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ അല്ലേ? Cheers. ഇറ്റാലിയൻ വൈൻ. സിംസാരമാണല്ലോ കൊച്ചോ. മെത്രാനച്ചൻ വത്തിക്കാനിന്ന് കൊണ്ടുവന്നതാ. അത് ശരി. അപ്പൊ മെത്രാച്ചനുമായിട്ട് ഇത്ര അടുപ്പമുണ്ടായിട്ടാണോ അച്ഛൻ ഈ കാട്ടുമുക്കി വന്ന് കിടക്കുന്നത്? മെത്രാനച്ചൻ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെന്താ ഇത്രയും വില കൂടെ വൈനൊക്കെ തരുന്നത്? ആര് തന്നു? നാണം കെട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ടും തന്നില്ല. പിന്നെ കുന്തം. എടോ, നമ്മളൊരു സാധനം കൊതി കയറി ചോദിച്ചു എന്നിരിക്കട്ടെ, അയാള് തന്നില്ല, താൻ എന്ത് ചെയ്യും? പിടിച്ചു പറിക്കും. ആ, ഞാനും അതേ ചെയ്തുള്ളൂ. പിടിക്കാതെ പറിച്ചു. ഓ, ഇത് ഇസ്കിയതാണല്ലേ. മോഷണം. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇയാള് സിനിമാ വിശേഷങ്ങൾ പറയടോ. തനിക്ക് എവിടെന്നാ ഈ ഫാൻഡം എന്നുള്ള പേര് കിട്ടി? വീരുദേവകൻ തന്നതാ, ഫൈറ്റ് മാസ്റ്റർ. നമ്മുടെ അജയ് ദേവകന്റെ ഫാദർ. അച്ഛൻ ഈ ഫാൻഡം കോമിക്സ് വായിക്കാറില്ലേ? നല്ല ആറ്റൻ ഇടിക്കാരനാ ഫാൻഡം. മനോരമൻ ഉണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും. പള്ളിയില് മനോരമയല്ല, ദീപികയാ. അയ്യോ കഷ്ടം, മറ്റു പത്രങ്ങൾ കൂടി വായിക്കണ്ടേ? എടോ, കളിച്ച് കളിച്ച് ഞങ്ങളുടെ പ്രിസ്റ്റേജ് കയറി പിടിക്കല്ലേ. താൻ ആളൊരു വിടുവായനാണെന്ന് തന്റെ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൈ ആരാ ചവിട്ടി ഓടിച്ചത്? साले, तुम इसको लेके जाएंगे? नायक जरूर. विलन, तुम सोच से मेरे अड्डे से इसको ले जाएंगे? नायक, तेरे से भी बड़ा बड़ा शेर का अड्डे से हम बकरा को बचाएगा. विलन, देख तुम कर सकता क्या? नायक, हम माँ का दूध पिया तो इन दिन खून होगा, तो इसको हम लेके जाएगा. താൻ ഇതിൽ ഏത് റോളാ? ഹീറോ. ഹീറോയോ? ഹീറോയുടെ ഡൂപ്പ്. അയ്യോ, അപ്പൊ ഹീറോ ഒരു പേടിത്തൊണ്ടനാണല്ലേ? അവന്റെ പേടിയല്ലേ അച്ചോ എന്റെ കഞ്ഞുകുടി. മുഴുത്തവന്റെ കഴപ്പല്ലേ എളിയവന്റെ പിഴപ്പ്. സമയം കളയാതെ കൈയൊടിഞ്ഞതിന്റെ ഫ്ലാഷ് ബാക്ക് പറയടാ പൈലി. ഫ്ലാഷ് ബാക്ക്. ആ, ഫ്ലാഷ് ബാക്ക്. नेक्स्ट शूट शॉट सर. बैंचा को बुलाओ. बैंचा रेडी? हाँ जी रेडी. फैंटम टेक. रेडी मास्टर. Very good. Well done, Phantom. Thank you. അപ്പോ പിടിയും വലിയും ഉരുട്ടിപ്പിടുത്തം മുഴുവനും ഡ്യൂപ്പിന്. നായകൻ പാവം, അവന് പാട്ടും ഡയലോഗും മാത്രം. വല്ല ബലാത്സംഗം ഉണ്ടേല് അത് മറ്റവൻ ചെയ്യും. വില്ലൻ. നീ വില്ലന് ഡൂപ്പിടാറുണ്ടോ പൈലി? നീ എനിക്ക് സ്വന്തം അനിയനെ പോലെയാ. നിനക്ക് സ്വർഗത്തിൽ പോണമെന്നുണ്ടോ? ആഹാ, അപ്പൊ ഇനി കുപ്പി വേറെ ഉണ്ടോ? എങ്കിൽ പിന്നെ ഇന്ന് സ്വർഗത്തിൽ പോയിട്ട് തന്നെ കാര്യം. കുപ്പിയുടെ ഇതാ സ്വർഗ അല്ലട മോനെ, സാക്ഷാൽ സ്വർഗരാജ്യം. അതെങ്ങനെ പോവും? ഞാനിപ്പോ മരിക്കണം. മരിക്കാതെ പോവാം. എങ്ങനെ? നീ ഒന്ന് കുമ്പസാരിച്ചാ മതി. പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് വിശദമായിട്ടൊന്ന് കുമ്പസാരിച്ച ഈ നിമിഷം തന്നെ നിനക്ക് സ്വർഗത്തിൽ പോവാം. പാവങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അച്ഛനോട് പറയണം. പരമാവധി വിശദീകരിച്ചോ, അതാണ് അതിന്റെ ശരി. ഒച്ചോ, എന്തോ അച്ഛൻ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട.
സിനിമാക്കാരന്റെ പാവങ്ങൾ കേട്ട് കത്തനാരിപ്പം സൂഹിക്കണ്ടാന്ന്. നീ അതവിടെ വെച്ചേ. കുമ്പസാരിക്കാത്തവനും കുർബാന കൈക്കൊള്ളാത്തവനും ഒന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത്. ഇത് അച്ഛനെ വല്യച്ഛൻ്റെയാ. അങ്ങേരാ എന്നെ പഠിപ്പിച്ചേ. ഞാൻ പഠിച്ചു വന്നപ്പോഴേക്കും അങ്ങേര് ഇത് പോയിട്ട് ഒരു പീപ്പി പോലും ഊതാൻ പറ്റാത്ത പരുവത്തിലായി. അച്ഛനെ ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കണം. ഒന്ന് വായിക്കേ, ഫയലൊന്ന് കേക്കട്ടോ. ഗുഡ് മോർണിംഗ്. യോ ഇതാര്യാ? എന്നെയാണോ വിളിച്ചേ? പേര് മറിയെന്നാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ സോണിയ എന്നേ വിളിക്കും. യോ இந்த உடம்புக்கு மறிய ஒத்து வராது. சோனி தான் கரெக்ட். மரியா கிரியா പെണ്ണമ്മ കിന്നമ്മ ഗാത്രി ഗിത്രി ഏലി ഗൂലി അങ്ങനെ കുറെ അലമ്പ് പേരുകളുണ്ട് നമ്മുടെ സത്യക്രിസ്ത്യാനികൾ നാണം കെടുത്താനായിട്ട്. നല്ല ചക്കക്കുരു പോലെ ഇരിക്കുന്ന ഇതുപോലത്തെ പെമ്പിള്ളേർക്ക് കാർന്നുമാർ ചില അലന്ന പേരിടും. നമ്മുടെ മിസ് കുമാരി അല്ലേ, നമ്മുടെ പഴയകാലത്തെ നായിക, അവരുടെ ഒറിജിനൽ പേരെന്താണെന്നറിയോ? ത്രേസ്യ. മിസ് കുമാരിന്നെങ്ങാനും പേരിട്ടില്ലായിരുന്നു കാണായിരുന്നു. എന്തിനാ എല്ലാവരെയും പറയുന്നേ? എന്റെ കാര്യം എടുക്ക്. പൈലി കഞ്ഞി കിട്ടുന്ന പേരാന്നോ? ഈ പേര് കേട്ടാ എന്നാ തോന്നും? വല്ല മുച്ചീട്ട് കളിക്കാരനോ കല്യാണം ഇടക്കാരനാണെന്നല്ലേ തോന്നുള്ളൂ. ഏതായാലും സിനിമാ നടനാണെന്ന് തോന്നുകയല്ലേ? തിരിച്ചമ്മ ചോദിച്ചേ. അനിൽ കപൂർ, സഞ്ജയ് ദത്ത്, സണ്ണി ഡിയോള്, ജാക്കി ഷ്രോഫ് ഇങ്ങനെയുള്ള ചെത്ത് കുണ്ടന്മാരെ തിളങ്ങി നിൽക്കുന്ന സമയത്താ ഞാൻ ഈരാറ്റുപേട്ടയെന്ന് കുറ്റിയും പറിച്ചോണ്ട് ബോംബെയിലോട്ട് പോകുന്നു. അന്ന് ഇതിനേക്കാളും കോലം കെട്ട കോലമായിരുന്നു കേട്ടോ. ഇതത്ര കോലകെട്ട കോലൊന്നുമല്ല. നേരത്തെ പറഞ്ഞവരെക്കാളൊക്കെ കൊള്ളാം. ഇത് സോണിയമ്മ മാത്രമല്ല, കൊള്ളാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹേമ പറഞ്ഞിട്ടുണ്ട്. പിള്ളേച്ചന്റെ അടുത്തയോ? അയ്യ, അവള് പിത്തക്കാടി. ഇത് സാക്ഷാൽ ഹേമ, പഴയ ഡ്രീം ഗേൾ ഹേമാമാലിനി. ധരംജി കേക്കാ പറഞ്ഞു കേട്ടോ. അങ്ങാനെങ്ങാനും കേട്ടിരുന്നെങ്കിൽ പിന്നെ ഞാൻ അതിയാനോട്ട് വക്കാണത്തിന് പോയിട്ട്. അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ, ഈ പൈലിയുടെ കൂടെ ഒരു ഫാൻഡം കൂടെ കിട്ടിയതിൽ പിന്നെ സ്റ്റണ്ടിന് പോലും എനിക്കൊരു ചാൻസ് കിട്ടിയത്. ഓ, ഈ കാട്ടുമുക്കി കിടക്കുന്ന ഞാൻ ഇനി പേര് മാറ്റിയിട്ട് എന്നാ സ്റ്റണ്ട് കാണിക്കാനാ? ഒരു കപ്പ്യാരുടെ കൈക്ക് വന്ന് പെട്ടുപോയില്ലയോ? അങ്ങനെ പെട്ടുപോയിട്ട് മറ്റുമില്ല. നിരൂപിച്ച പല സ്റ്റണ്ടുകളും ഇനി നടത്താം. ആ, ഞാനല്ലേ പറയുന്നേ. ഇതാരും ദേവസേച്ചനോ? അപ്പൊ സോണിയാമ്മേ, ഞാൻ പോയിട്ട് പുള്ളിക്കാരൻ ഇല്ലാത്തപ്പം വരാം. നമുക്ക് സമാധാനമായിട്ട് വല്ല മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. കഴിഞ്ഞ ദിവസം തന്ന അത്താഴത്തിന് നന്ദി പറയായിരുന്നു. പെണ്ണുങ്ങൾക്കുള്ളത് പെണ്ണുങ്ങൾക്ക് കൊടുക്കണമെന്നാണല്ലോ പ്രമാണം. എന്നിട്ട് കൊടുത്തോ? ആ, ധൃതി പിടിക്കുന്ന എന്തിനാ ദേവസേച്ച? കുറേശ്ശെ ആയിട്ട് കൊടുക്കാമല്ലോ. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? സോണിയാമ്മേ പോട്ടെ. അങ്ങനെ ആട്ടെ. എന്നതാടിയവൻ വിളിച്ചത്? സോണിയാന്ന്. ഓഹോ, അപ്പൊ ചെല്ലപ്പേര് വിളിക്കുന്ന പരുവം വരെ എത്തി. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കൂടി ആയില്ലല്ലോടി. അവൻ വരുന്ന എന്തിനാണെന്ന് അറിയാവോ? ഇനിയും വരുന്ന എന്തിനാണെന്ന് അറിയാവോ? വെറുതെ സംസാരിച്ചിരിക്കാനല്ലടി കഴുതേ. അതെനിക്കറിയാം. ഓഹോ, അറിയാവോ? എന്നാ പറ, എന്തിനാ? ഒന്ന് ചുമ്മാ ഇരി മനുഷ്യനെ, പിന്നെ പറയും. ചെറുക്കൻ കേൾക്കുന്നു. അപ്പൊ ചെറുക്കനെ കേൾക്കാൻ കൊള്ളാത്ത ഇടപാടിനാ വന്നത്. എന്റെ കർത്താവ്, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങളും ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ല. ഉരുൾപൊട്ട്, ഭൂമി ഉലുക്കം, പേമാരി, പെരുമാള്, ഇപ്പൊ ഫാൻറ്റം പൈലി. ചെലപ്പോ ചേട്ടൻ ഇതുവരെ എത്തില്ലല്ലോ. ഇല്ല. അങ്ങേര് വന്നിട്ട് വേണം നമ്മുടെ കാര്യം ഒന്ന് തീരുമാനമാക്കാൻ. എന്ത് കാര്യം? എന്നും ഇങ്ങനെ പിള്ളേച്ചന്റെ അവിടെ ശർക്കര ഫാക്ടറി ഒക്കെ ആയിട്ട് കഴിഞ്ഞാ മതിയോ എന്റെ സതിക്കൊച്ചെ? ഓരല്ലോ ഒരു കല്യാണം ഒക്കെ കഴിക്കണം. ചെലപ്പോ ചേട്ടൻ ഞങ്ങളോട് സതിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഉവ്വോ, ആരാ ചെറുക്കൻ? ഈ ഭദ്രന്റെ വീട്ടുകാർക്കാണെ വല്ലാത്ത നിർബന്ധം, എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണം. ഓഹോ, ഭദ്രനെ കെട്ടാൻ പോവാ? അപ്പൊ ആരാ പെണ്ണ്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വെറുതെ ഒലിപ്പിച്ചോണ്ട് നിക്കാതെ വഴിന്ന് മാറടാ. എന്താ? വഴിന്ന് മാറാൻ. ഇന്ന് മുഴുവൻ ഞാനേകനായി കുന്നിൻ ചേരുവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം ഡാഷിനെ കുറിച്ചുള്ളതായിരിക്കും. അത് ശരി. അപ്പൊ കത്തനാരുടെ മനസ്സിൽ വേറെ പൂതികളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് പൂതികൾ എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ നിന്നോട് പറഞ്ഞ് ഞാൻ കുമ്പസാരിക്കണോ? നീ ചൊണയുള്ള ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പാവങ്ങളൊക്കെ എന്നോട് ഏറ്റു പറഞ്ഞ് നീ ഒന്ന് കുമ്പസാരിക്കും. മോനെ പൈലി, ഈ ലോകം മാത്രല്ല അങ്ങേ ലോകമുണ്ട്.
അവിടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിനക്ക് എന്റെ കൂടെ സുഖമായിട്ട് വേല ചെയ്യണമെങ്കിൽ മതിയടാ. അങ്ങേ ലോകത്തെ സുഖമൊക്കെ അച്ഛനെടുത്തു. ഞാൻ ഇവിടത്തെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്ത് ജീവിച്ചോളാം. ആ അപ്പൊ നീ നന്നാവില്ല എന്ന് ഉറപ്പാണല്ലേ? നടക്കേലച്ചോ. അച്ഛൻ ഈ പാവം പിടിച്ച നാട്ടുകാരുടെ ഡ്യൂക്കിലി പാവങ്ങൾ കേൾക്കാനാ വിധി. ആ സിനിമാക്കാരന്റെ എരിവും പുളിയും ചൂടുള്ള പാവങ്ങൾ കേൾക്കാനുള്ള യോഗമില്ല. എടാ മഹാഭാവി, നീ നരകത്തിൽ പോവും. പൗരോഹിത്യത്തെ പുച്ഛിക്കുന്നവന് അഗ്നി നരകമാണ് ഫലം. ആര് പുച്ഛിച്ചു? എനിക്ക് അച്ഛനോട് ബഹുമാനമൊക്കെ തന്നെയാ. പക്ഷെ കുമ്പസാരത്തെ സൂചിപ്പിച്ചു. ഇവനെങ്ങാനും ഇവിടെ കിടന്ന് ചത്തുപോടാ. ഏയ് വേണമെങ്കിൽ കൊല്ലാം. എന്താ വേണോ? എന്റെ കർത്താവേ, നീ വേഗം നടന്നേടി കൊച്ചേ. നീ ഇപ്പൊ പൊക്കോ. 24 മണിക്കൂറുള്ളിൽ നിന്നെ നിന്റെ കുടുംബത്തെ ഈ നാട്ടുകാര് പേപ്പട്ടിയെ പോലെ കല്ലെറിയും. നിന്റെ അപ്പനെ നീ എടുത്തു കൊടുത്ത കാശുണ്ടല്ലോ, അത് ഏത് വകുപ്പിലുള്ളതാണെന്ന് എനിക്കറിയാം. അവളൊരു ശീലാവതി. ഈ ഭദ്രന്റെ തനിക്കുണം നീയൊക്കെ അറിയാൻ പോകുന്നുള്ളടി. നിന്നോടും കൂടിയാ പറയുന്നേ, ചെവി എന്നുള്ളിക്കോ. നീ ഒറ്റക്കൈ നാട്ടിലെ നീ നാട്ടിലേക്ക് വന്നത് അതിന്റെ ഒരു 10 ഇരട്ടി ഡാമേജ് ആയിട്ടല്ലാതെ നീ പള്ളിക്കരയിൽ നിന്ന് തിരിച്ചിറങ്ങിയ എന്നത് ഇങ്ങനെ വിളിച്ചോ. ദാ ഇങ്ങനെ. എന്താ എല്ലാരും കൂടെ? എന്താ കാര്യം? വാ, ഉള്ള സ്ഥലത്തൊക്കെ കയറി ഇരിക്കും. അതെ, നാട്ടുകാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ തന്റെ കയ്യിലേക്ക് വന്നത്. ഏത് കാശ്? അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? എടോ, നാട്ടുകാർ പിരിച്ചെടുത്ത കാശ്. ഓ അതോ? അതിനിപ്പോ എന്താ കുഴപ്പം? നാട്ടുകാരുടെ പണം പിരിച്ചതേ സമരാവശ്യങ്ങൾക്ക് വേണ്ടിയാ, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ലോറി വാങ്ങാനല്ല. ലോറി വാങ്ങിച്ചോ? ആര്? താൻ ആ പെണ്ണിനെ വിളിച്ച് ചോദിക്കണം നായരെ, അവളാ കാശ് എടുത്തോണ്ട്. അത് അവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം അവൾ അങ്ങനെ ചെയ്യില്ലെന്ന്. എന്നാ പിന്നെ ആ കാശ് എവിടെ? അതെ, ഞാൻ എടുത്തങ്ങ് വിഴുങ്ങി. ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരല്ലോ പിള്ളേച്ചാ. മേലാൽ ഈ വക കാശിന്റെ കാര്യമൊന്നും എന്നെ ഏൽപ്പിക്കരുത്. കുറെ നാട്ടുകാർ വന്നിരിക്കുന്നു. സതി, ആ അവരെന്ന് കാശൊക്കെ എടുത്തു കൊടുത്തേ. എന്താന്ന്? ചേച്ചിയല്ല, ഞാനാ വെച്ചിരുന്നെ. എന്താ വേണ്ടേ? അല്ല പിള്ളേച്ചാ, ആ ഭദ്രൻ പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങള് പെട്ടെന്ന്. ഏത് ഭദ്രൻ? ഓ, അപ്പൊ നിങ്ങക്ക് എന്നേക്കാ വിശ്വാസം അവനെയാണല്ലേ? എല്ലാ കോച്ചറക്കൊളിക്കും കാരണം ഇയാൾ ഒരൊറ്റ ഒരുത്തനാ. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ. ഞാനോ? ഇനിയിപ്പോ അതും പറഞ്ഞ എല്ലാവരും കൂടെ എന്റെ ചക്കത്തെ കയറിക്കോ. എടി മറിയേ,